എനിക്ക് ഇന്ത്യ അറിയാ ഇങ്ങനെ ഇരുന്നവിടെ കത്തും വായിച്ച്. എനിക്കിപ്പോൾ വീട്ടിൽ കല്യാണം നോക്കുന്നുണ്ട്. ഇതാ ഇക്കുവിനെ കെട്ടിയാൽ കുഴപ്പമില്ലെന്നുണ്ട്. സീരിയസ് ആയി ഇപ്പൊ റിനാനൊക്കെ ഇതുണ്ടോ? റിനാനൊക്കെ അതാ സെൻസിലെടുത്തു. ഇല്ലാത്തതിനെ ഇപ്പൊ റിനാന്റെ ഒക്കെ വായിച്ചേ. ഫുള്ളിപ്പോ എങ്ങനെയാണ് മാസം മൂട് ഇല്ല. ഇക്കുവിനെ അടുപ്പിക്കരുത്, അവൻ കള്ളനാണ്. അവൻ വ്ളോഗിൽ അഭിനയിക്കുകയാണ്. ചോദിച്ചോക്ക്, ഇക്കു കള്ളനാണ്, അവന്റെ അഭിനയം എന്തെങ്കിലും ഒരു നാൾ പുറത്തു വരും. വ്ളോഗിന്റെ പുറത്ത് ഹൈലൈറ്റ് മാളിൽ അവനെ കണ്ടിരുന്നു, അവന്റെ ജാട അന്ന് മനസ്സിലായി. ചിലപ്പോൾ കോഴിക്കോട്, ചിലപ്പോൾ എറണാകുളം. തൃശ്ശൂര് വരില്ല, നമ്മളെ വീട് തൃശ്ശൂര്. പക്ഷേ ഞാൻ കൂടുതലുണ്ടാകുന്നത് എറണാകുളമാണ്. അവിടെ വന്നാൽ തീർച്ചയായും കാണാം. ഞാൻ മൂലം അവിടെ കിട്ടാം. അപ്പൊ നേരിട്ട് കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ പാട്ടുപാടി തരാം എന്ന് ഐശ്വര്യ. ഞാൻ വന്നു. താങ്ക് യു ഐശ്വര്യ. സംഭവം ഇതൊന്നും ഇപ്പൊ നടപടി അല്ലെങ്കിലും വായിക്കുമ്പോ ഒരു സുഖം. മഞ്ചാടിക്കുരു അയച്ചടാ എനിക്ക്. അതൊരു മുതലാട്ടോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ഈ കുട്ടി കത്തിന്റെ പണ്ടുണ്ടല്ലോ, പണ്ടത്തെ സ്റ്റൈലാണത്. ഞാനൊക്കെ കുറെ മഞ്ചാടിക്കുരു മയിൽപ്പീലൊക്കെ പൊറുക്കി കൊടുത്തിനി. ഒക്കെ എടുത്താണ്ട് ഒറ്റൊന്നും തിരിച്ച് ഇഷ്ടം അല്ലാണ്ട് പോയി. ഇവളെ പോലെ ടീമല്ല ഇനി സ്കൂൾ കാലഘട്ടത്തിലുള്ളത്. ചെറുക്കന്മാരൊക്കെ മുതലാക്കുന്നത്. കുട്ടിയാശാട്ടോ കുട്ടിയാച്ച മഞ്ചാടിക്കുരു ഉണ്ടോ? അപ്പം ഇതാണ് ഇന്ന് നമുക്ക് വന്ന കത്ത്. അപ്പൊ പാത്തു സുഹൃത്തുക്കൾ ഇവിടെ പറയുകയാണ്, പക്ഷെ മറ്റന്നാളത്തെ തുറവിക്ക് മസ്റ്റ് ആയിട്ട് ഹാജരാവണം. ഫുഡിന് എണ്ണിടും, അരി ആറിടും. ഞാൻ തന്നെ വെക്കുന്നു. അന്ന് നിങ്ങൾ എപ്പോഴാ വരിക? അതായത് അന്ന് എങ്ങനെയാ പ്ലാൻ അറിയോ? അവനം വരുന്നോല് അതായത് സ്നാക്സ് മാത്രം, മെയിൻ ഫുഡ് നമ്മൾ വെക്കും. വരുന്നോല് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ട് വരണം. അത് പച്ചൂലി ഒരു സ്പെഷ്യൽ ഉണ്ടാവും, നെജിമ ഒരു സ്പെഷ്യൽ ഉണ്ടാവും, ഇങ്ങളൊരു സ്പെഷ്യൽ ഉണ്ടാവും, നിങ്ങളൊരു ടീം ഒരു ബെൽറ്റ് ഒരു സ്പെഷ്യൽ ഉണ്ടാവും. ഞാൻ ഓൾറെഡി സ്പെഷ്യലാണ്, ഒറ്റക്ക് വരും. അതുകൊണ്ട് സ്പെഷ്യൽ ഒന്നും ഉണ്ടാവില്ല, അവൻ വരും.